വീണ മാഡം ഇത് കഷ്ടമാണ്. മാഡത്തെ പോലെ മാധ്യമപ്രവർത്തന പരിചയമുള്ള ലോക പരിചയമുള്ള ഒരു വ്യക്തി ഇത്തരം നാടകങ്ങളിലേക്ക് ഡ്രാമയിലേക്ക് നീളുന്നത് കഷ്ടമാണ്. വരും തലമുറയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും വളരെ നെഗറ്റീവായ മാതൃകയാണ് മാഡം ഉണ്ടാക്കുന്നത്. എനിക്ക് വീണാജിയെ വ്യക്തിപരമായിട്ട് അറിയാം. വീണ മാഡത്തോടൊപ്പം പല ചാനൽ ചർച്ചകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മാഡത്തിന്റെ തന്നെ ചർച്ചകളിൽ, മാഡം മുമ്പ് ആങ്കർ ആയിരുന്നപ്പോൾ മാഡത്തിന്റെ ചർച്ചകളിലൊക്കെ പങ്കെടുത്താണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഏത് പാർട്ടിയിലേക്കും വീണ മാഡത്തെ പോലുള്ള ആൾക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇത് എന്താ പറയുക, ഭയങ്കര രാഷ്ട്രീയ ഡ്രാമയായി പോയി എന്നുള്ള കാര്യം സത്യമാണ്. 2-3 പ്രതികരണങ്ങൾ, അതിൽ ഏറ്റവും മികച്ച പ്രതികരണങ്ങൾ എടുത്തു തന്നെ അതിനെ വിമർശിക്കാം. ഒന്ന്, നമ്മുടെ ഉണ്ണിസാറിന്റെ സർജിക്കൽ സ്ട്രൈക്കിൽ അഭിനയിച്ച് തെള്ളുന്ന ICU നാടകം എന്ന് വളരെ ശരിയായി തന്നെ പറഞ്ഞ് അദ്ദേഹം അതിനെ വിമർശിക്കുകയുണ്ടായി. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം കടുത്ത ഭാഷയിൽ, എബിൻ വർക്കി അടക്കം കടുത്ത ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. ഇത് BJP, കോൺഗ്രസ്, CPM രാഷ്ട്രീയമല്ല. ഇത് നന്മയില്ലാത്ത നാടകമാണ്. മാഡത്തിന് ഏതെങ്കിലും രീതിയിൽ മാനസികമായി ഒരു വേദന ഉണ്ടായി എന്ന് പറഞ്ഞാലോ അവരോട് അസ്വസ്ഥത ഉണ്ടായെന്ന് പറഞ്ഞാലോ സത്യമാണ്. എന്തായാലും മുദ്രാവാക്യം തട്ടി കഴുത്തുളുക്കില്ലല്ലോ. KSU പ്രവർത്തകർ മാഡത്തിന്റെ അടുത്തുപോലും എത്തിയില്ല എന്ന് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ നാടകം എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് വളരെ വിഷമകരമായ ഒരു ചോദ്യമാണ്. കാര്യം അതെന്തുകൊണ്ടാണ് അങ്ങനെ, എന്താ പറയുക, ഞാൻ സർക്കാസമോ പരിഹാസമോ ഇല്ലാതെ പറയുന്നതെന്ന് പറഞ്ഞാൽ അത്തരത്തിൽ നാടകത്തിന്റെ പ്രവണതകൾ അവസാനിക്കണം. നമ്മൾ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും അത്തരത്തിലുള്ള നാടകങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. കാര്യം അത് നന്മയില്ലാത്ത ഒരു ഗെയിമാണ്. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിമർശനം വായിച്ചിട്ട് നമുക്ക് ഉണ്ണിസാറിന്റെയിലേക്ക് പോവാം. കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് സാധാരണക്കാർ പറയുന്ന എല്ലാ വീഴ്ചകളും ശരിവെക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു, മുദ്രാവാക്യം കഴുത്തിൽ തട്ടി ഗുരുതരമായി കഴുത്ത് ഉളുക്കിയ വീണാമന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. 5.5 മണിക്കൂറോളം വീണാമന്ത്രിയെ പരിശോധിച്ചിട്ടും രോഗം കണ്ടെത്താനാകാതെ അവിടെ കിടത്തി. MRI മെഷീൻ പോലും ഇല്ലാത്ത കാരണത്താൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ വിശദമായി പരിശോധിച്ചിട്ടും സംഭവം എന്തോ വലിയ ഗുരുതരമാണ് എന്ന് മനസ്സിലായതല്ലാതെ പരിക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത് ഭേദമായതുമില്ല. 2 ദിവസം ക്ഷമിച്ച മന്ത്രി ഒടുവിൽ ഇന്ന് ഡിസ്ചാർജ് സമയത്തിന് മുമ്പ് വെളുപ്പിന് 4 മണിക്ക് തന്നെ ഡിസ്ചാർജ് വാങ്ങി പോകുന്നു. മിന്നാരത്തിൽ ശോഭനയ്ക്ക് വന്നതിന് ശേഷം ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലുള്ള വീണാമന്ത്രിക്ക് കഴുത്തിലെ ആ ഗുരുതര പരിക്കുണ്ടായിട്ടും ഒരു എയർ ആംബുലൻസ് പോലും ക്രമീകരിക്കാതെ റോഡിൽ കൂടി 400-ലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് കാറിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നു. സർക്കാർ ആശുപത്രിയിൽ പോയാൽ സാക്ഷാൽ ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? വെറുതെ അല്ല പൈസ ഉള്ളവർ ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോകുന്നത്. ശ്രീ പിണറായി വിജയൻ അടക്കം എത്തുന്ന കുത്തിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തുന്നത്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുമ്പത്തെ ഒരു ഞാൻ അങ്ങനെ നടി തുടങ്ങിയ കാര്യങ്ങൾ പറയില്ല. അന്ന് തന്നെ എന്താ പറയണേ, വീണ മാഡം പണ്ട് അഭിനയിച്ച മോണോ ആക്ടിന്റെ ചിത്രങ്ങളൊക്കെ പലരും എടുത്തിരുന്നു. പത്തനംതിട്ടയ്ക്ക് ലാലേട്ടനെ സംഭാവന ചെയ്തതാണ്. അതിനുശേഷം മഹാനടിയെ സംഭാവന ചെയ്തിരിക്കുന്നു വീണേച്ചി എന്നൊക്കെ പറഞ്ഞ്. എന്താ അറിയാമോ, വീണ മാഡത്തെ പോലെ ഒരാളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ല. മാഡത്തെ പോലെ ഉള്ളൊരു വ്യക്തിയിൽ നിന്ന് അങ്ങനെയല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. എതിരഭിപ്രായങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാകും. പക്ഷെ ഈ ലെവൽ പൊളിറ്റിക്കൽ ഡ്രാമയിലേക്ക് പോകുമ്പോൾ, അതൊരു എന്താ പറയുക സിമ്പതി വേവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡ്രാമയിലേക്ക് പോകുമ്പോൾ അത് 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 എന്താ പറയുക, എല്ലാവരും നാളെ ഇത്തരത്തിലുള്ള കുറുക്കു വഴികളും മറ്റും ചെയ്യും. വീണ മാഡത്തെ കുറിച്ച് എന്താ പറയുക വിമർശനങ്ങൾ ഉണ്ടാകാം, അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഈ നാടകം എന്നുള്ളത് ഒരു ഇഷ്യൂ ആണ്. എബിൻ വർക്കി അടക്കം വളരെ ഷാർപ്പായി തന്നെ അങ്ങനെ ആ നാടകം ഒഫീഷ്യലി പൊളിഞ്ഞതായി അറിയിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. KSUവിന്റെ ഭാഗത്തു നിന്നും ശക്തമായ വിമർശനങ്ങൾ വന്നു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഉണ്ണിസാറിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ ശക്തമായ ഒരു വിമർശനമാണ്. നമുക്ക് ആ വിമർശനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളും കൂടി കേൾക്കാം. ഞാൻ അതുകൊണ്ടാണ് ഇത് വീണ മന്ത്രിയെ എന്താ പറയണേ അപമാനിക്കാനോ ആക്രമിക്കാനോ അല്ല, പക്ഷേ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് മാഡം അറിയണം. വളരെ രൂക്ഷമായി തന്നെ തിരക്കഥ AN ഷംസീർ, സംവിധാനം പിണറായി വിജയൻ, സർജിക്കൽ സ്ട്രൈക്ക് ബൈ ഉണ്ണി ബാലകൃഷ്ണൻ, അഭിനയിച്ച് തെള്ളുന്ന ICU നാടകം എന്ന് പറഞ്ഞ് നമ്മുടെ ഉണ്ണിസാർ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ആ വീഡിയോ ട്രെൻഡിങ് ആയിരുന്നു. ഇതിന്റെ കാര്യമേ ഭയങ്കര എന്താ പറയുക, ഈ നാടകത്തിന്റെ അടുത്തുപോലും ഇല്ലാതെ KSU പ്രവർത്തകർക്കെതിരെ എന്നിട്ട് കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. നമ്മുടെ ഗോവിന്ദ മാഷ് പറയുന്നത് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ്. അതൊക്കെ ഭയങ്കര മോശമല്ലേ? കാര്യം കർത്താവിന് നിരക്കാത്ത പണി അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത പണി നമ്മൾ ചെയ്യരുതെന്ന് പറയും. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ്
കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ, അവരുടെ കഴുത്തിന് ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇന്നലെ എളുപ്പമുണ്ടല്ലോ, അതായത് അങ്ങനെ റിപ്പോർട്ട് കൊടുപ്പിക്കാൻ മന്ത്രിസഭ വിചാരിച്ചാൽ പറ്റാത്ത ഒന്നുമല്ലല്ലോ. ഇനി മാഡം സ്വന്തമായിട്ട് തിരിയുകയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും രീതിയിൽ തട്ടുകയോ ഒക്കെ ചെയ്തോ എന്നറിയില്ല. പക്ഷേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSUവിന്റെ പ്രതിഷേധ പ്രകടനം ഉണ്ടായി. ആ പ്രതിഷേധത്തിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ട് വീണ ജോർജിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, കൊല ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് FIR ഇട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായി ഈ പോലീസ് എന്ന് പറയുന്നത് എന്നും ഭരണകൂടത്തിന്റെ ഒരു മർദ്ദനോപകരണമാണ്. ഭരിക്കുന്നവനും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ചേർന്ന് ആരെയും കൊടുക്കാൻ പറ്റും. തന്ത്രിയെ കുടിക്കിയതുപോലെ, അവിടെ അരവിന്ദ് കെജ്രിവാളിനെ കുടിക്കിയതുപോലെ ആരെയും കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് എന്റെ സത്യം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, കണ്ണൂരിലെ കൊടിയേരിയിലും മാലൂരുമൊക്കെ കോൺഗ്രസ് ഓഫീസിന്റെ ചില്ല് തകർക്കുകയും കോൺഗ്രസ് ഓഫീസ് കത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്തു. പാലക്കാട് കേരളശ്ശേരിയിലും കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ സാധാരണ സഖാക്കളും CPM പ്രവർത്തകരും തിരിച്ചറിയേണ്ടത് ഇത്തരം ഡ്രാമയിൽ നിങ്ങൾ വീണു പോകരുത്. ഇലക്ഷൻ ആകുമ്പോൾ ഒരു രാഷ്ട്രീയപരമായി സ്വന്തം ഗ്രൂപ്പിനെ ഉത്തേജിപ്പിക്കാനും ഒക്കെ രസകരമായിട്ട് വെക്കാനും കഴിയും. പക്ഷെ അത് ചെയ്യരുത്. അതിലൊരു നന്മയും ഇല്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ICUവിലേക്ക് കയറ്റിയിട്ടൊരു ഡ്രാമ കളിക്കുകയാണ്. നോക്കൂ, എന്തുകൊണ്ടാണ് CPM ഇത്തരത്തിലൊരു ഡ്രാമയ്ക്ക് നിർബന്ധിതമായത്? നമുക്കറിയാമല്ലോ, ഈ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിച്ഛായ പ്രശ്നമാണ് ഈ സംസ്ഥാന സർക്കാരിന് ആരോഗ്യ മേഖല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, അടുത്തിടെ ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് കത്രിക കണ്ടെടുത്തു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് കോട്ടൺ തുണി കണ്ടെടുത്തു. ചികിത്സാ പിഴവ് കൊണ്ട് ആളുകൾ മരിക്കുന്നു, ചികിത്സ കിട്ടാതെ ആളുകൾ മരിക്കുന്നു. കാരുണ്യ പദ്ധതി വഴിമുട്ടിയ സാഹചര്യത്തിലാണ്, ആർദ്രം പദ്ധതി വഴിമുട്ടിയ സാഹചര്യത്തിലാണ്, ആരോഗ്യ കിരണം പദ്ധതി നിലച്ച സാഹചര്യത്തിലാണ്. നോക്കൂ, നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച്, ആയുസിനെ കുറിച്ച് വളരെ കൺസേൺ ആണ്. അതുകൊണ്ട് ആ മേഖലയിൽ എന്തെങ്കിലും പിഴവ് പറ്റിയാൽ അത് സർക്കാരിന് വലിയ പ്രതിച്ഛായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അതിനെ മറികടക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ CPM നേതൃത്വം. അപ്പോഴാണ് KSUക്കാരുടെ പ്രതിഷേധം നടക്കുന്നത്. ഈ പറയുന്ന പ്രതിഷേധക്കാര് വീണ ജോർജിന് അടുക്കിലേക്ക് എത്തുന്നത്. ആ സംഘർഷ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയം മണക്കുന്നു CPM നേതൃത്വം. ഉടൻ തന്നെ ഈ പറയുന്ന വീണ ജോർജിന് കഴുത്തുവേദന അനുഭവപ്പെട്ടതായ ഒരു നാടകം സൃഷ്ടിക്കുന്നു. തൊട്ടു പിന്നാലെ മെഡിക്കൽ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നിപ്പോൾ K മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് CPMന്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ്. നാളെ ഇനിയിപ്പോ എന്താണ് വരാനിരിക്കുന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് എന്നും നമുക്കറിയില്ല. ഗുരുതരമായ രോഗത്തിന് അടിപ്പെട്ടിരിക്കുകയാണ് വീണ ജോർജ് എന്നാണ് ഏതായാലും ഇപ്പോഴത്തെ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പറയുന്നത്. എന്നു മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിന്റെ പോലീസ് പറഞ്ഞിരിക്കുന്നത് ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് കൂടിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കിന് കേരളത്തിലെ CPM നേതൃത്വത്തോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നോക്കൂ, കേരളത്തിലെ ജനങ്ങൾക്ക് സാമാന്യ ബോധമുള്ളവരാണ്, രാഷ്ട്രീയ ബോധമുള്ളവരാണ്, അവർ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നവരാണ്, അവർ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്നവരാണ്. ആ നിരീക്ഷണത്തിന്റെയും പഠനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉത്തമ ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ജനതയാണ് കേരളത്തിലെ ജനത. ആ ജനതയുടെ സാമാന്യ ബോധത്തെ പരിഹസിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകരുത്. തുടർച്ചയായിട്ട് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബോധത്തെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയുമാണ്. അത് അവസാനിപ്പിക്കണം. ഇപ്പോൾ ആരോഗ്യ മേഖല ICUവിലാണെങ്കിൽ ആരോഗ്യമന്ത്രി തന്നെ ICUവിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളമുള്ളത്. ആ നിരീക്ഷണം പറഞ്ഞുകൊണ്ട് എന്റെ പ്രശ്നമേ ഇത് വെറും ഡ്രാമയാണ്. നെഗറ്റീവ് ആകാതെ, വിമർശിക്കാതെ, കോൺഗ്രസ് CPM കക്ഷി രാഷ്ട്രീയത്തിലേക്ക് പോകാതെ റിക്വസ്റ്റ് ചെയ്യാണ്. ഇത്തരം ഡ്രാമാസ് പാടില്ല, ഇത്തരം നാടകങ്ങൾ പാടില്ല. കാര്യം ഇത്ര എന്ത് പറയാനാണെന്നുള്ളതാണ്. എന്തായാലും വീണ മാഡം അടക്കമുള്ളവർ അതിൽ നിന്ന് പിൻവാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്മയില്ലാത്ത, ദൈവത്തിന് നിരക്കാത്ത നാടകമാണ്, നമ്മുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന നാടകമാണ്. അതിൽ നിന്ന് CPMഉം വീണ മാഡവും ഒക്കെ പിൻവാങ്ങണമെന്നുള്ളതാണ് അഭ്യർത്ഥന.